ലഹരിയുടെ വേരറക്കാനുള്ള ന്യൂസ് 18 മാധ്യമ ദൗത്യം തുടരുന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല AD 2026 ആൻഡ് ആന്റി ഡ്രഗ്സ് ഇനീഷ്യേറ്റീവിന്റെ പുതിയ പതിപ്പ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കടത്തിന്റെ വേരറക്കുന്നതുവരെ തൂഫാൻ തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൂഫാൻ ആരംഭ ശൂരത്വമല്ല, ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തുടരും. രാജ്യത്തെ ലഹരിക്കടത്തിന്റെ കേന്ദ്രം കേരളമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത്. ഇന്നത് കേരളമാകുന്നു എന്ന ആശങ്ക നമുക്കെല്ലാവർക്കുമുണ്ട്. ആ ആശങ്ക കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ന് കേരള പോലീസ് വിശ്രമമില്ലാതെ ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ആരാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് എന്ന് കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമാണ്. അവരിപ്പോ ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. കാരണം ഈ പോലീസ് ഇറങ്ങി ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവർ കരുതുന്നത് ഇതൊരാരംഭ ശൂരത്വമാണ്, പിന്നീട് ഉണ്ടാവില്ല എന്ന്. ഞാൻ ഈ സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് പറയുന്നു, ന്യൂസ് 18 ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. മയക്കുമരുന്ന് ശൃംഖല പൊട്ടിക്കുന്നത് വരെ ഈ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. ഈ മരണത്തിന്റെ വ്യാപാരികളെ നിലയ്ക്ക് നിർത്തുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ കേരള പോലീസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളിലൂടെ ന്യൂസ് 18 നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ദക്ഷിണ മേഖല IGG സ്പർജൻ കുമാർ, നടൻ സുധീർ കരമന, പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വലിയ വീട്ടിൽ, വൈസ് പ്രിൻസിപ്പൽ റജി ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു. ഗായിക അപർണ രാജീവ്, മെന്റലിസ്റ്റ് അശ്വിൻ, ഗായകൻ ശ്രീറാം, നടി ഉമാ നായർ, സൂഫി ഗായിക അനിത ഷെയ്ഖ്, നടൻ ജിപിൻ ഗോപിനാഥ്, സംരംഭക ശോഭ വിശ്വനാഥ് എന്നിവരും ചടങ്ങുകളുടെ ഭാഗമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.